ഹലോ എവ്രി വൺ. നമുക്കെല്ലാവർക്കും അറിയാം, മുണ്ടക്കയിലും ചൂരൽമലയിലുമായി നമ്മുടെ 300-ലധികം സഹോദരങ്ങളുടെ ജീവനാണ് അറ്റിരിക്കുന്നത്. 200-ലധികം ആളുകളെ ഇനിയും കണ്ടെത്തുവാനുണ്ട്. നാം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈംസിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇത്രയും വലിയൊരു വിപത്തും നാം ഒന്നിച്ചു നിന്ന് അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം ദി ഷോ മസ്റ്റ് ഗോ ഓൺ. അപ്പൊ നമുക്ക് ഇന്നത്തെ ബോച്ചേറ്റി ലക്കി ഡ്രോ വിൻ ചെയ്ത ഭാഗ്യശാലിയെ കോൾ ചെയ്യാം. ഹലോ ഹലോ, സദ്ദാം സർ അല്ലേ? ഓക്കെ, ഞാൻ ബോച്ചേറ്റി ടീമിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നത്. എവിടെയാണ് വീട് നിങ്ങളുടെ? ഓ, സേഫ് ആണല്ലോ അല്ലേ അവിടെ? മഴയൊക്കെ സദ്ദാം സാറിന്റെ മദർ ആണ്. ഉമ്മന്റെ പേരെന്താണ്? സഫിയ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് 3 മരിയക്കളും വലിയ ഒരാൺകുട്ടിയുണ്ട്. മറ്റവര് 2 ഗൾഫിലുണ്ട്. കുട്ടികളാ. ഓക്കെ ഓക്കെ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു അല്ലെ? ഓക്കെ. സോ ഉമ്മയ്ക്ക് ഓൾറെഡി അറിയായിരിക്കും, നമ്മള് ബോച്ചേറ്റി ടീമിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വിളിച്ചത്. നിങ്ങളാണ് എല്ലാരും സാധനം വാങ്ങിയേ ആണ് അല്ലെ? ബോച്ചേറ്റി അപ്പൊ വാങ്ങിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഗുഡ് ന്യൂസ് പറയാൻ പോവാണ്. നിങ്ങളാണ് ലക്കി ഡ്രോ വിന്നർ. 10 ലക്ഷത്തിന്റെ ലക്കി ഡ്രോ വിന്നർ ആണ് സദ്ദാം സാറ്. അപ്പോ ആ ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഫർദർ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് നമ്മുടെ ടീം ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. സന്തോഷമുണ്ടോ? സന്തോഷാണ്. 10 ലക്ഷമാണ് കേട്ടോ വിൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നത് 10 ലക്ഷം വെച്ച്? കുട്ടിക്ക് ഓന് പേരായിട്ടാ എന്തോ ആണ് അല്ലെ? വീട് കെട്ടണം എന്നാണ് ആഗ്രഹം. അടിപൊളി അടിപൊളി. ഓ, ഗൾഫിലാണുള്ളത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഗൾഫിലെ ജോലി നിർത്തി പോരുമായിരിക്കും അല്ലെ? അടിപൊളി അടിപൊളി അടിപൊളി. 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളാണ്. ഓക്കെ. അപ്പൊ അവരുടെ പഠിത്തത്തിനായിട്ടും അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും ഇതൊരു നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ആണ് അല്ലേ? അടിപൊളി അടിപൊളി. 1.5 വയസ്സായ കുട്ടികളാണ്. ഓ, ഓക്കെ ഓക്കെ. അവര് നാട്ടിലാണോ അതോ ഗൾഫിലാണോ? നാട്ടിലാണ്. ഓക്കെ. വൈഫും നാട്ടിലാണ് അല്ലെ? ഓക്കെ. മഴയായോണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അവർക്ക് അവധിയായിരിക്കും അല്ലെ? തിങ്കളാഴ്ച സ്കൂൾക്ക് ആക്കാൻ കണ്ടുവരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ലോട്ട്. സദ്ദാം സാറിനോടും കൂടി പറഞ്ഞേക്കാ, എല്ലാരോടും അന്വേഷണം പറയാ. ആണല്ലേ? ഓക്കെ നമ്മി. ഓക്കെ, ബൈ ബൈ. ബൈ. ശരി. സദ്ദാം സാറിനോടല്ല, സദ്ദാം സാറിന്റെ സ്വന്തം ഉമ്മി സഫിയമ്മയോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ആള് പുറത്താണുള്ളത്, അപ്പൊ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സഫിയമ്മ ഹാപ്പിയാണ്, സഫിയമ്മയുടെ ഫാമിലി മെമ്പേഴ്സും ഹാപ്പിയാണ്. അവർ ഓരോരുത്തരും ബോച്ചേറ്റി പർച്ചേസ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഈ ലക്കി ഡ്രോ വിൻ ചെയ്യുമെന്ന് ഇവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. വീടിന്റെ റിനോവേഷനും കുട്ടികളുടെ പഠിത്തത്തിനുമായി ഈ 10 ലക്ഷം മാറ്റിവെക്കണമെന്നാണ് സഫിയമ്മയുടെ ആഗ്രഹം. ഇത് സഫിയമ്മയുടെ മാത്രം ആഗ്രഹമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് അല്ലെ? ഇപ്പൊ 10 ലക്ഷം രൂപ മാത്രമല്ല, 25 crores ബമ്പർ പ്രൈസ്, ഫ്ലാറ്റുകൾ, കാർ, മൊബൈൽ ഫോൺസ്, 2 വീലേഴ്സ്, പിന്നെ ഡെയിലി thousands of ക്യാഷ് പ്രൈസസും. അടുത്ത ഭാഗ്യശാലി നിങ്ങളാവാം. വയനാടിന്റെ ദുരന്തമുഖത്ത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യങ്ങളിലും ഈ നമ്പർ കോൺടാക്ട് ചെയ്യുക. സ്റ്റേ സേഫ്.